കേരളത്തിൽ RSSും BJPയും വളരുന്നതിന്റെ ക്രെഡിറ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ അരുൺകുമാറിനെ പോലെയുള്ള മാപ്രകൾക്കും കൂടെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. വേറെ ഒന്നല്ല, ഇന്നലെ ഇവര് നല്ല ഒരു അന്തസ്സായിട്ടുള്ളൊരു നോണ RSSനെതിരെ അടിച്ചിറക്കി. ആ നോണയൊക്കെ രാത്രി പകലാകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ആ നോണ വീണ്ടും പൊളിഞ്ഞു. അങ്ങനെ ഇവർക്ക് വീണ്ടും മൈലേജ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പം എല്ലാ സ്ഥലത്തും കൊടി തോരണങ്ങൾ, പല പല രാജ്യങ്ങളുടെ കൊടികൾ ഒക്കെ ഇങ്ങനെ എല്ലാ പിള്ളേരും കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ലോകകപ്പ് ആഘോഷിക്കുകയാണ് ആൾക്കാർ. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തും അതിന്റെ സ്വത്തുക്കളിലൊക്കെ കുറെ കുട്ടികൾ ഇതുപോലെ ബ്രസീലിന്റെ കൊടി കൊണ്ടുപോയി കെട്ടി. നമുക്കറിയാം ബ്രസീലിന്റെ കൊടി എന്ന് പറയുന്നത് പച്ച നിറമൊക്കെ ഉള്ളൊരു കൊടിയാണ്. അപ്പം ആ കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്നും പറഞ്ഞിട്ട് RSSകാർ അഴിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് മാപ്രകൾ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചത്. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിൽ സംഭവിച്ചത് ക്ഷേത്രത്തിന്റെ പൊതു സ്വത്തുക്കളിലും മറ്റുമൊക്കെ ഈ കൊടി കെട്ടിയതിന്റെ പേരിൽ ക്ഷേത്രം തന്നെ നേരിട്ടിടപെട്ട് പോലീസിലൊക്കെ കാര്യങ്ങൾ അറിയിച്ച് അവരുടെ ഇടപെടലോട് കൂടിയിട്ട് ഈ കൊടികളൊക്കെ അഴിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഏത് ആളുടെ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഒരു സംഗതി കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമില്ലാണ് കെട്ടിയെന്നാണെങ്കിൽ അവർ അഴിപ്പിക്കുമല്ലോ. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ പോകുന്ന സാധനങ്ങൾ മുഴുവൻ ഇവന്മാരെന്ത് ചെയ്യും? RSSന്റെ തലയിൽ കൊണ്ടിടും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് വിശ്വസിക്കാനും അത് ഏറ്റുപിടിക്കാനുമായിട്ട് കുറേ അധികം അന്ധം ആയിട്ടുള്ള അണികളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് DYFIയുടെ കേരളത്തിലെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് കോമൺ സെൻസ് ഒക്കെ കാണിച്ച് പൊളിറ്റിക്സിൽ ഇടപെടാൻ നോക്കണം. പിന്നെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് എന്തും ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന കുറേ അധികം മാപ്രകളാണ് രാജ്യത്ത് കലാപം ഉണ്ടാവാനും പ്രശ്നമുണ്ടാവാനും ഒക്കെ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഇവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ്, അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാണ്ടിരിക്കട്ടെ, അതിനു മുമ്പ് ഗവൺമെൻറ്റും അതോറിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. എനിവേയ്സ്, നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഫേക്ക് ന്യൂസുകൾ കാരണം RSSനും BJPക്കും കേരളത്തിൽ ഇങ്ങനെ കൂടുതൽ മൈലേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അവരുടെ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളൊരു സൈഡിൽ നിന്ന് ഒരു നുണ പൊക്കിക്കൊണ്ടുവരുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് പൊളിയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം മാധ്യമ പ്രവർത്തനത്തിന് നിൽക്കുന്നതായിരിക്കും നമ്മുടെ നാടിൻ്റെ ആരോഗ്യത്തിനും ഇവിടെ പ്രശ്നങ്ങളില്ലാണ്ടിരിക്കാനും നല്ലത്.